നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഏപ്രിൽ 28 ഞായർ മുതൽ മെയ് 4 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരാഴ്ച ഏപ്രിൽ അതായത് 28 മുതൽ മെയ് 4-നകത്ത് ഒരു ഗ്രഹം മാത്രമേ മാറുന്നുള്ളൂ. അത് വ്യാഴമാണ്. 1-ാം തീയതി ഉച്ചയ്ക്ക് 12:59-നും 1 മണിക്കും ഇടയ്ക്ക് വ്യാഴം ഇടവം രാശിയിലേക്ക് മാറുന്നു. ഓരോ കൂറുകാരുടെയും അടിസ്ഥാനത്തിൽ ഈ ഒരാഴ്ച നമുക്ക് നോക്കാം. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ നേട്ടവും സാമ്പത്തിക നേട്ടവുമാണ് ഈ ആഴ്ചയും എടുത്തു പറയത്തക്ക കാര്യങ്ങൾ. ചന്ദ്രൻ 10-ലും 11-ലും സഞ്ചരിക്കുന്നു ഈ ആഴ്ച ഇവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം തന്നെ. പ്രത്യേകിച്ച് ആദ്യത്തെ 2 ദിവസം കഴിയുമ്പോൾ 28, 29 കഴിഞ്ഞാൽ 30, 1, 2, 3, 4 ദിവസങ്ങളൊക്കെ തന്നെയും സാമ്പത്തികമായ നേട്ടമാണ്. ഇതിനിടയിൽ ഒരു ദിവസമാണ്, അതായത് 1-ാം തീയതി ഉച്ചയ്ക്കാണ് വ്യാഴം 2-ാം ഭാവത്തിലേക്ക് മേടക്കൂറിന് പോകുന്നത്. ശനി ഇവർക്ക് ആദ്യമേ തന്നെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയുടെ ബലവും വർദ്ധിക്കുന്നു 11-ാം ഭാവത്തിലെ. വ്യാഴം 2-ലേക്ക് പോകുമ്പോൾ ശനിയുടെ ദൃഷ്ടിയിൽ നിന്നും പാപരാശിയിൽ നിന്നും ശുഭരാശിയിലേക്കും മാറുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം തന്നെയാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അത് അടുത്ത ഒരു വർഷത്തേക്ക്, അടുത്ത മെയ് വരെയും കാണുന്നുണ്ട്. മാറിയ ഉടൻ തന്നെ വ്യാഴം ഗുണം ചെയ്യില്ല. 12 ദിവസമെങ്കിലും എടുക്കും 1 ഡിഗ്രി കിടക്കാൻ വ്യാഴത്തിന്. എന്നാലും പൊതുവേ ഈ ആഴ്ച പല ഗുണങ്ങൾ കൊണ്ട് നോക്കുമ്പോഴും ഇവർക്ക് നല്ല സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു അനുഭവം ഉള്ളതിനാൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതും മറ്റേതെങ്കിലുമൊക്കെ ഭാഗ്യ നറുക്കെടുപ്പുകളിൽ പങ്കെടുക്കുന്നതുമൊക്കെ അനുകൂലമാകാൻ നല്ല സാധ്യതയുണ്ട്. സാമ്പത്തികമായ നേട്ടം പ്രധാനമായും ഇവർക്ക് പല മേഖലകളിൽ നിന്നും എത്താൻ സാധിക്കും. അതുപോലെ തൊഴിൽ രംഗത്തും തങ്ങളുടേതായ കഴിവുകൾ നന്നായി പ്രദർശിപ്പിക്കാനും അത് തങ്ങളുടെ പുതിയ പദ്ധതികളിൽ ഉൾക്കൊള്ളിക്കാനും സാധിക്കുന്നത് കൊണ്ട് വളരെ ഗുണകരമാണ് ഈ ആഴ്ച. യാത്ര കൊണ്ട് വളരെ ഗുണം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുമായും അതുപോലെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമൊത്ത് നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. പല കാര്യങ്ങളിലും, അതായത് ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇവർക്ക് മനസമാധാനവും ശാന്തിയും സംതൃപ്തിയും ലഭിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. വലത്തെ കാൽമുട്ടും അതുപോലെ വലത്തെ കാൽപാദങ്ങളും അല്പം ശ്രദ്ധിക്കണം എന്നതാണ് മറ്റൊരു ന്യൂനത ആരോഗ്യ സംബന്ധമായി കാണുന്നത്. അത് വളരെ ശ്രദ്ധിക്കുക. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക. അനവസരത്തിൽ ഉണ്ടാകുന്ന ദേഷ്യവും അതുപോലെ തന്നെ ഓവർ സ്പീഡും അല്പം ശ്രദ്ധിച്ചാൽ ഇവർക്ക് പൊതുവേ ഈ ഒരാഴ്ച ശാരീരികമായ അവശതകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശങ്കാപരമായ അപകട സാധ്യതകളിൽ നിന്നുമൊക്കെ മാറാൻ സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ച ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഈശ്വരീയമായ ഒരു അവസ്ഥ, അതായത് പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സ് തീർച്ചയായിട്ടും ഇവർക്കുണ്ടാവണം. ഏതു നിമിഷം വേണമെങ്കിലും സ്വന്തം കഴിവുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നേടിയത് എന്നുള്ളൊരു അഹന്ത ഉണ്ടാവുകയും തൊട്ടടുത്ത വ്യക്തികളോട് ഏറ്റവും വേണ്ടപ്പെട്ടവരോടൊക്കെ അതിൻ്റെ അഹങ്കാരം പ്രതിഫലിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില വിള്ളലുകൾ, ബന്ധങ്ങളിൽ ചില വിള്ളലുകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞുപോയ കാലങ്ങളിൽ തങ്ങൾക്കുണ്ടായ ദുര്യോഗങ്ങൾ അതും തങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ടാണ് ഉണ്ടായത് എന്ന ചിന്തയുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവർക്കൊക്കെ അഹങ്കരിക്കാം. പക്ഷേ അതൊന്നുമല്ല. എത്ര കഴിവുണ്ടെങ്കിലും എത്ര ഭാഗ്യവാനാണെങ്കിലും ചിലപ്പോൾ ദൗർഭാഗ്യവും കഴിവുകേടും എല്ലാ മനുഷ്യരെയും ബാധിക്കും എന്നുള്ള ആ ഒരു അറിവ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഇവർക്ക്. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ഗതിക്ക് ഇനിയെങ്കിലും ഗുണമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പൊതുവെ ഇവർക്ക് ഗുണകരമായ ഈ ആഴ്ചയിലെ ദിവസങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 29 വൈകുന്നേരം തൊട്ട് തന്നെ നല്ലതാണ്. 30, 1, 2 ഉച്ചവരെയും അതുപോലെ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും 3, 4 ഗുണമാണ്. പൊതുവെ 30, 1, 2, 3, 4 ദിവസങ്ങൾ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. അടുത്തത് ഇടവക്കൂർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും വ്യാഴം ഇപ്പോൾ ഇവർക്ക് ജന്മത്തിലോട്ടാണ് വരുന്നത്. 1-ാം തീയതി തൊട്ട് വ്യാഴം 12-ൽ സഞ്ചരിക്കുമ്പോൾ കയ്യിൽ സാമ്പത്തികമായ ചില കാര്യങ്ങളിൽ ഒട്ടുമേ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ വരവിൻ്റെ ഇരട്ടി ചിലപ്പോൾ ചിലവുണ്ടാകാം. ആ ചിലവൊരു പക്ഷേ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിനോ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ മക്കളുടെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനോ അവരുടെ ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ വീടിൻ്റെ നിർമ്മാണത്തിനോ പുനരാവിഷ്കരണത്തിനോ ഒക്കെ വേണ്ടിയിട്ടാകാം. ഒരിക്കലും അതൊരു അനാമത്തായി വെള്ളത്തിൽ കലക്കി കളയുന്നത് പോലൊരവസ്ഥയല്ല. നാളെ അല്ലെങ്കിൽ മറ്റൊരു ഭാവിയിൽ ഇതൊക്കെ ഗുണകരമായിട്ട് വരും. എന്നാലും ഉടനെ ലാഭം കിട്ടുന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഇവർക്കിപ്പോൾ പണം മുടക്കാൻ സാധിക്കുകയില്ല. 12-ൽ വ്യാഴം സഞ്ചരിച്ചതുകൊണ്ട് 1-ാം തീയതി ഉച്ച തൊട്ട് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അത് ജന്മത്തിലോട്ട് വരികയാണ്.
ജന്മത്തിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രഭാവങ്ങളിൽ ഗോചരാൽ വ്യാഴം സഞ്ചരിക്കുന്ന അത്ര നല്ലതൊന്നുമല്ല. 1, 4, 7, 10 ഭാവങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. എന്നാൽ പൂർണ്ണമായും ദോഷമല്ല. ശനി ചെയ്യുന്നത് പോലെയുള്ള കണ്ടക ദോഷങ്ങൾ വ്യാഴം ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ 1-ൽ സഞ്ചരിക്കുമ്പോൾ ശാരീരികമായ ചില അവശതകൾ അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആശുപത്രിവാസം കാണുന്നുണ്ട്. അതിനുവേണ്ടി പണം മുടക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ മറ്റു കാര്യങ്ങളിൽ സന്താനങ്ങൾക്ക് ഗുണമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ പൊതുവെയുള്ള ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാകുന്നു ഈ വർഷം മുതൽ. കഴിഞ്ഞ കുറേ വർഷമായി ഉണ്ടായിരുന്ന ഇടവക്കൂറിനുണ്ടായിരുന്ന ദൗർഭാഗ്യത്തിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ അവസാനിക്കുകയാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ അവർക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് മാറും. സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാവും. വരവ് ചെലവുകൾക്ക് കൃത്യമായിട്ടൊരു കണക്കുണ്ടാവും. അതിൻ്റെ ഗ്യാപ്പ് കുറയും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പണം കുറേയെങ്കിലും ഇവർക്ക് സമ്പാദിക്കാനോ ബാങ്കിൽ നിക്ഷേപിക്കാനോ ഒക്കെ സാധിക്കും. ആരോഗ്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഡയബറ്റിക്സോ അതുപോലെ തന്നെ അൾസറിൻ്റെ അസുഖമോ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ വണ്ണം വയ്ക്കാൻ സാധ്യതയുള്ളവർ, വണ്ണം വയ്ക്കുന്ന ഒരവസ്ഥ വൈകല്യമായിട്ടുള്ളവർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് ഈ ഭാരക്കൂടുതലിൻ്റെയൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൊളസ്ട്രോൾ മുതലായ BP മുതലായ അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്ന വിനകളും ഇവർക്കിപ്പോൾ ബാധിക്കാം. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വേണം ഇടവക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ടത്. കാൽപാദങ്ങളും വളരെ ശ്രദ്ധിക്കണം. കാരണം ശനി 10-ൽ നിന്ന് മാറിയിട്ടില്ല. അത് അടുത്ത വർഷം മാർച്ചിൽ മാത്രമേ മാറുകയുള്ളൂ. അത് ശ്രദ്ധിച്ചു കൊള്ളണം. അതുകൊണ്ട് യാത്രാ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും പൊതുവെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം മെച്ചം കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും യാത്രാ ഗുണവും ഉപരിപഠന സംബന്ധമായോ ജോലി സംബന്ധമായോ വിദേശത്തേക്കുള്ള യാത്രയുമൊക്കെ സാധ്യമാകുന്നതാണ്. പൊതുവെ ഇടവക്കൂറിനും ഈ ഒരാഴ്ച ഗുണമായിട്ട് തന്നെ വേണം കാണാൻ. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം മറക്കാതിരിക്കുക. ശാരീരികമായ അവശതയും അത്തരം ആശങ്കകളും ഇവരെ ഇപ്പോഴും പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തും ശനിയുടെ ദുസ്വാധീനം കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ടാകാം. എന്നാൽ മറ്റു ഗ്രഹങ്ങൾ 11-ാം ഭാവത്തിലൊക്കെ സഞ്ചരിക്കുന്നത് കൊണ്ട് ജോലി ചെയ്യാനുള്ള മനസ്സിൻ്റെ ഉന്മേഷപരമായ സാന്നിധ്യം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജോലിയിൽ ഏറ്റവും നന്നായി ഇവർക്കിപ്പോൾ പെരുമാറാൻ സാധിക്കുന്നു. അത് പ്രവർത്തന മേഖലയിൽ സുഗമവും അതുപോലെ ഭാവിയിൽ ഗുണം നൽകുന്നതുമായ കാര്യങ്ങളിലേക്ക് വഴിതിരിക്കും. സാമ്പത്തികമായ ഗുണവും ഇവർക്കുണ്ടാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3, 4 ഗുണമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 9-ൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദൗർഭാഗ്യകരമായ പ്രശ്നങ്ങൾ ഇവരെ പിന്തുടരുന്നുണ്ട്. എന്നാൽ 10-ാം ഭാവത്തിൽ ഇപ്പോൾ ശുക്രനുണ്ട്. അതുപോലെ തന്നെ 10-ാം ഭാവത്തിലെ ശുക്രൻ 11-ലേക്ക് വന്നു കഴിഞ്ഞു. അതുപോലെ ചൊവ്വയും ബുധനും രാഹുവും 10-ൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ തൊഴിൽ സംബന്ധമായ മേഖലയിൽ ഇവർക്ക് എന്തായാലും ഈ ഒരാഴ്ചയും ഗുണം തന്നെയാണ് കാണുന്നത്. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശാരീരികമായും മാനസികമായിട്ടുമുള്ള ശക്തി ഇവർക്കിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ട് പ്രവർത്തന മേഖല കുറച്ചുകൂടി നല്ല രീതിയിൽ ഇവർക്ക് വരവേൽപ്പ് നൽകും. അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകർക്കിടയിലും മേലുദ്യോഗസ്ഥർക്കിടയിലുമൊക്കെ നല്ല ഒരു സ്ഥാനമാനം ഇവർക്കിപ്പോൾ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടും ഇവർക്ക് വലിയ ദോഷമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും ശുക്രൻ നിൽക്കുന്നത് കൊണ്ട്, ശുക്രൻ നിൽക്കുന്ന രാശി 12-ാം ഭാവാധിപൻ 6-ാം ഭാവാധിപനുമായ ശുക്രനാണ് ഇവർക്കിപ്പോൾ 11-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് വ്യാഴവും അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തൊട്ട് വ്യാഴം 12-ാം ഭാവത്തിലേക്ക് പോകും. 2-3 ദിവസം കൊണ്ട് 12-ാം ഭാവത്തിൽ അധിക ചിലവൊന്നും വ്യാഴം ഉണ്ടാക്കില്ല. മാത്രമല്ല ശുക്രൻ 11-ൽ നിൽക്കുന്നതിൻ്റെ ഗുണവും ഇവർക്കുണ്ടാവും. പ്രത്യേകിച്ച് സാമ്പത്തികമായ നേട്ടം, വീടുമായി ബന്ധപ്പെട്ടുള്ള ഫർണിച്ചറോ അല്ലെങ്കിൽ വീട്ടിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ കാര്യങ്ങളോ ഒക്കെ വാങ്ങിക്കൂട്ടുന്നതിന് ഇപ്പോൾ സഹായമാവുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രാഗുണം കാണുന്നു. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും, പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർക്ക് സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നും ഭാര്യ കുടുംബത്തിൽ നിന്നുമൊക്കെ നല്ല ധനസഹായം ഉണ്ടാകുന്നു. അത് ഏതെങ്കിലുമൊക്കെ ഒരു പ്രത്യേക പ്രോജക്റ്റിന് വേണ്ടിയാകാം. ഒന്നുകിൽ വീട് നിർമ്മാണം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ ഉപരിപഠന സംബന്ധമായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ സ്വന്തം ജോലിയിലെ കയറ്റത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള മത്സര പരീക്ഷകൾക്കോ മറ്റ് അഭിമുഖങ്ങൾക്കോ വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ തന്നെ നല്ല സഹായമുണ്ടാകുന്നു. ആൾ സഹായമായും ധനപരമായും ഒക്കെ സഹായം ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് നേടുന്നതാണ്. കലാപരമായി കഴിവുള്ളവർക്കും നല്ലതാണ് ഈ ഒരാഴ്ച. പ്രത്യേകിച്ചും അവരുടെ കലാപരമായ കഴിവുകൾ വിൽക്കാൻ സാധിക്കുന്നു, അതിൽ നിന്ന് അവർക്ക് ഗുണമുണ്ടാകുന്നു എന്നുള്ളത് പ്രത്യേകം ആലോചിക്കുക. മറ്റ് ദോഷങ്ങൾ ഇവർക്ക് പ്രധാനമായും വരാൻ സാധ്യം പിതാവിൻ്റെ ആരോഗ്യാവസ്ഥയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അലർജി അസുഖങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ പിതാവിനെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചിലപ്പോഴെങ്കിലും യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും.
പ്രത്യേകിച്ചും ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിൽ ചില ഫയലുകൾ ചിലപ്പോൾ ഇവർക്ക് പാരയായി വരാം, പക്ഷേ പിന്നീട് അത് മാറുന്നു എന്ന് കാണുന്നുണ്ട്. എന്നാലും പൊതുവെ ഇവർക്ക് ഈ ആഴ്ച ഭാഗികമായി ഗുണമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടത്തിലും തൊഴിൽപരമായ നേട്ടത്തിലും ഇവർക്ക് ഗുണം തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, 29 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. അഷ്ടമരാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. അഷ്ടമരാശിയിലെ ശനിയുടെ സഞ്ചാരം തടസ്സങ്ങൾ ഉണ്ടാക്കും. എന്നാൽ 10ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം 1-ാം തീയതി ഉച്ചയോടുകൂടി 11ാം ഭാവത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ കുറേ കാലമായി 10ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വ്യാഴം ചന്ദ്രൻ്റെ 1, 4, 7, 10 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ കണ്ടക വ്യാഴൻ എന്ന് അഭിപ്രായപ്പെടുന്ന ആചാര്യന്മാരുണ്ട് ജ്യോതിഷത്തിൽ. അത് വളരെ വലിയ ഒരു അവസ്ഥ. അതായത് എല്ലാവരും പറയുന്നത് പോലെ, കണ്ടകശനിയെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ കണ്ടകവ്യാഴനെക്കുറിച്ച് അത്രമേൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ചന്ദ്രാൽ 1-ലും 4-ലും 7-ലും 10-ലും സഞ്ചരിക്കുന്ന കാലം വ്യാഴം വലിയ ഗുണം ചെയ്തിട്ടില്ല എന്ന് അനുഭവങ്ങൾ പറയുന്നുണ്ട്. 10ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണമുണ്ടാവണം. അത് കഴിഞ്ഞ ഒരു വർഷം കർക്കിടകക്കൂറുകാരോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും, കഴിഞ്ഞ ഒരു വർഷം തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായോ എന്ന്. ഒട്ടുമിക്ക കർക്കിടകക്കൂറുകാരും എന്നെ സമീപിച്ചപ്പോൾ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ആശങ്കകളാണ് പറഞ്ഞത്. തൊഴിൽ നഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ ഉള്ള തൊഴിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടാൽ തന്നെ പുതിയതൊന്നും ഉടനെ കിട്ടണമെന്നില്ല. ഇത്തരം ഒരു വ്യഥകൾ, ദുഃഖങ്ങൾ, ആശങ്കകൾ ഇവരെ അലട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റമുണ്ടാകുന്നു. 1-ാം തീയതിക്ക് ശേഷം വ്യാഴം 11ാം ഭാവത്തിലേക്ക് വരുന്നു. 11-ൽ സർവാഭീഷ്ടമാണ് വ്യാഴം. എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹമുണ്ടാകും. പൊതുവെ ഗുണം കാണുന്നു. ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കണം. സാമ്പത്തികമായ നേട്ടമാണ് പ്രധാനം. 2, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രതീക്ഷകൾ ഉണ്ടാകാം. പുതിയ പ്രതീക്ഷകൾ പൂവണിയാം. പ്രൊമോഷൻ സാധ്യമാകും. തടയപ്പെട്ടിരുന്ന പ്രൊമോഷൻ സാധ്യമാകും. കിട്ടാതിരുന്ന ജോലി കിട്ടും. അതുപോലെ തന്നെ യാത്രാ സംബന്ധമായ കാര്യങ്ങളിലും വലിയ വിജയം കാണുന്നുണ്ട് 1-ാം തീയതിക്ക് ശേഷം. അതുകൊണ്ട് ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റമാണ് കൂടുതൽ അനുഗ്രഹമായി വരിക. മാത്രമല്ല 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവർക്ക് ഗുണമുണ്ടാവണം. സാമ്പത്തിക നേട്ടമാണ് കൂടുതലായി 11ാം ഭാവത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ. 1, 2, 3, 4 ദിവസങ്ങൾ കൊണ്ട് വ്യാഴം എന്ത് ഗുണം ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ, കാരണം വ്യാഴത്തിന് ഒരു രാശി കടക്കാൻ ഒരു വർഷം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും 12 ദിവസം കൊണ്ടാണ് 1 ഡിഗ്രി കിടക്കുക. 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇടവം രാശി 30 ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 1 ഡിഗ്രി കിടക്കാൻ തന്നെ 12 ദിവസം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം, ഒറ്റ ഡിഗ്രിക്ക് അകത്ത് വന്നപ്പോൾ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഉള്ള, അത് ശരിയാണ്, അങ്ങനെ ഒരു ചിന്ത വരാം. എന്നാലും പൊതുവെ വ്യാഴം മേടത്തിൽ നിൽക്കുന്നതിനേക്കാൾ ഗുണം കർക്കിടകക്കൂറുകാർക്ക് ഇടവത്തിലോട്ട് വരുമ്പോഴാണ്. ആ ചിന്ത മറക്കാതിരിക്കുക. മാത്രമല്ല ശുക്രൻ 10-ൽ നിൽക്കുന്നുണ്ട്. അതവർക്ക് എന്തായാലും സാമ്പത്തികമായ നേട്ടം, തൊഴിൽപരമായ ഉയർച്ച, തങ്ങളുടെ തൊഴിലിൽ മറ്റുള്ളവർ കൂടുതൽ വിശ്വസിക്കുന്നു, തങ്ങൾക്ക് കൂടുതൽ ഭാവിയിൽ കൂടുതൽ ഗുണകരമായ തൊഴിൽ മേഖല ഉണ്ടാകുന്നു എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കാം. 9-ൽ നിൽക്കുന്ന ചൊവ്വയും രാഹുവും പിതാവിനത്ര നല്ലതല്ല. ഭാഗ്യത്തിന് ഇടയ്ക്ക് ചില തടസ്സങ്ങൾ വരാം. പേരക്കുട്ടികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം. ശാരീരികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖ സംബന്ധമായ കാര്യങ്ങളോ ഉണ്ടാകാം എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. അഷ്ടമത്തിൽ ശനി ഉണ്ട്, അതിപ്പോഴും മറക്കാതിരിക്കുക. സർവ്വ ഗ്രഹങ്ങളും ഏറ്റവും നല്ല അവസ്ഥയിൽ നിന്നാൽ അഷ്ടമത്തിലൊരു ദുഷ്ടനുണ്ടെങ്കിൽ മറ്റൊന്നും ചിന്തിക്കരുത് എന്നാണ് പ്രമാണം. ദോഷം വരാം എന്നാണ്. അതുകൊണ്ട് അഷ്ടമശനി കർക്കിടകക്കൂറിനെ ഇപ്പോഴും ഭയപ്പെടുന്നുണ്ട്. ശനി ദോഷ നിവാരണത്തിനുള്ള പൂജകളും പ്രാർത്ഥനകളും ജപവും കൃത്യമായി അനുഷ്ഠിക്കുക ഇപ്പോഴും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, 29, 30, 1, 2 ഉച്ചവരെയും കർക്കിടകക്കൂറുകാർക്ക് നല്ല ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിൽ രാഹു, 2-ൽ കേതു, 7-ൽ ശനി, അതായത് കണ്ടകശനി. ഈ കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അപഹാരമോ ദശയോ ഗുണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂരം നക്ഷത്രത്തിന് ദോഷമൊന്നും വരില്ല. എന്നാൽ ശുക്രൻ ഇപ്പോൾ ഇവർക്ക് 9ാം ഭാവത്തിൽ കൂടെ വ്യാഴവുമുണ്ട്. 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വ്യാഴം 10ാം ഭാവത്തിലേക്ക് പോകും. 10 കണ്ടകവ്യാഴനാണെങ്കിലും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു മാറ്റം ഇവർക്കുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വർഷം, ഈ മെയ് മുതൽ അടുത്ത മെയ് വരെ അതിൻ്റെ തുടക്കം ആകാം. എന്തായാലും 9-ൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് നല്ല അനുഗ്രഹത്തെ കൊടുക്കും. കൂടെ വ്യാഴവും ഉണ്ട്. 1-ാം തീയതി വരെ വ്യാഴവും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഭാഗ്യം ഉണ്ടെങ്കിൽ മറ്റെന്തു വേണം എന്ന് ചോദ്യം, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മറ്റെന്ത് കാര്യവും തടസ്സപ്പെടുത്തിയാലും അതിൽ നിന്നൊക്കെ നമുക്ക് മോചനമുണ്ടാകും എന്നുള്ളതാണ് പൂരം നക്ഷത്രത്തിൻ്റെ ഈ ഒരാഴ്ചത്തെയും പ്രത്യേകത. ശുക്രൻ്റെ നില തീർച്ചയായിട്ടും ഇവർക്ക് സാമ്പത്തികമായ ഗുണവും പ്രവർത്തനങ്ങളിൽ ഔത്സുഖ്യവും, തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരു മിന്നിത്തിളക്കമാർന്ന വിജയം പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കർമ്മമേഖല വളരെ പുഷ്ടിപ്പെടുന്നു. കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുന്നു.
ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകൽച്ചകൾ അതിലൊക്കെ മാറ്റമുണ്ടാകുന്നു, നന്നായി സംസാരിക്കാൻ സാധിക്കുന്നു, വിമ്മിഷ്ടങ്ങളും അതുപോലെ മോഹഭംഗങ്ങളുമെല്ലാം മാറുന്നു, യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു, ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യാശയുടെ നേരിയ മിന്നൽ വെളിച്ചം ഇവർക്കുണ്ടാകുന്നു. അതെല്ലാം തന്നെ പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ഗുണകരമാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ചും വ്യാഴം പോകുമ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ടാകുന്നു അടുത്ത ഒരു വർഷം. അതുകൊണ്ട് കൂടുതൽ നന്നായി പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഞാൻ പലപ്പോഴായിട്ടത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പല മറുപടികളിലും അത്തരം ഭീതിപ്പെടുത്തലുകൾ വേണ്ട എന്ന്. ഭീതിപ്പെടുത്തലല്ല, ജ്യോതിഷത്തിൽ ഒരു ഗ്രഹം ദോഷം ചെയ്യുമ്പോൾ ആ ദോഷത്തെ പറയുക വേണമല്ലോ. 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ദോഷം ശേഷക്രിയാകർമ്മം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. 10 കർമ്മസ്ഥലമാണല്ലോ. കർമ്മം എന്ന് പറയുന്നത് ജോലി സംബന്ധമായ കർമ്മമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വേണ്ടപ്പെട്ടവർ, രക്തബന്ധത്തിൽപ്പെട്ടവർ, ഇവരുടെയൊക്കെ വിയോഗം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മുതൽ അടുത്ത മെയ് വരെ. അതിൻ്റെ തുടക്കം ഈ ആഴ്ചയിൽ ആരംഭിക്കുകയാണ്. അത്തരം കാര്യങ്ങളും ചിന്തിക്കണം, പ്രാർത്ഥിക്കുക പ്രത്യേകം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 30, 1, 2, 3, 4 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, ആദ്യം ആശ്വാസത്തിൻ്റെതായ ഗുണം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. 1-ാം തീയതി ഉച്ചയോടുകൂടി കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 9ാം ഭാവത്തിലേക്ക് വരികയാണ്. 7ാം ഭാവാധിപനാണ് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. വ്യാഴം 4ഉം 7ഉം ഭാവാധിപനായ ഗ്രഹം 9ലേക്ക് വരുമ്പോൾ കുടുംബത്തിലും ജോലിസ്ഥലത്തും ജീവിതത്തിലും അതുപോലെ തന്നെ അംബീഷൻ, അത് അവരുടെ ആഗ്രഹമനുസരിച്ചുള്ള കർമ്മ മേഖലകളിലും യാത്ര, വിദേശയാത്രയിലും വിദേശത്ത് താമസവും ജോലിയുടെ കാര്യത്തിലും ഒക്കെ തന്നെ ഇവർക്ക് പ്രതീക്ഷയുടെ ഒരു വർഷം ആരംഭിക്കുന്ന ദിവസമാണ് 1-ാം തീയതി. അത് ഈ ആഴ്ചയിൽ സംഭവിക്കുന്നു. അപ്പോൾ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നു, തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു, ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുന്നു, പരിഹരിക്കപ്പെടുന്നു. അതുപോലെ സാമ്പത്തികമായ നേട്ടം കൂടുതലാകുന്നു, യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. പ്രത്യേകിച്ചും വിദേശ സംബന്ധമായ യാത്രയിലോ വിദേശത്ത് താമസിക്കുന്ന കാര്യത്തിലോ വിദേശത്തിൽ സ്ഥിരമായി അംഗത്വം നേടുന്ന കാര്യത്തിലോ ഒക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പിഴവുണ്ടായിരുന്നെങ്കിൽ അതിന് ക്ഷമ കിട്ടുന്നു. ഇവർക്ക് വായ്പ അനുവദിച്ച് കിട്ടുന്നു. പേരക്കുട്ടികളും മക്കളുമൊത്ത് നല്ല മാനസികാവസ്ഥയിൽ കഴിയാനുള്ളൊരു അവസരമുണ്ടാകുന്നു. അത് ഈ ആഴ്ചയാണ് അതിൻ്റെ തുടക്കം. അതുകൊണ്ട് പൊതുവേ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. 8ൽ നിൽക്കുന്ന ശുക്രൻ 9ലേക്ക് പോകുന്ന വ്യാഴം 8ൽ നിൽക്കുന്ന ശുക്രൻ്റെ ദോഷാവസ്ഥയെ പരിഹരിക്കുന്നതാണ്. കാരണം ശുക്രൻ്റെ 2ൽ വ്യാഴം നിൽക്കുമ്പോൾ ശുക്രൻ അധികം ദോഷം ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദമ്പതിമാർക്കിടയിലെ കലഹങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു, പടലപ്പിണക്കങ്ങൾ മാറുന്നു, കൂട്ടു ബിസിനസ്സിൽ ഉണ്ടായിരുന്ന കുഴപ്പങ്ങൾ പരിഹരിക്കപ്പെടുന്നു. പൊതുവെ കന്നിക്കൂറിന് നല്ലതാണ്. എന്നാൽ നട്ടെല്ലിൻ്റെ പിൻഭാഗം, കുണ്ടലിനി ഭാഗത്തൊക്കെ ചെറിയ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വണ്ണം വയ്ക്കാൻ സാധ്യതയുള്ള ശരീരങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അത്തരം ആഹാരങ്ങൾ ഒഴിവാക്കുക, ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക. അത്തരം കാര്യങ്ങൾ, തൊണ്ട മുതലായ സ്ഥലങ്ങൾക്കൊക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യത. കെമിക്കൽസ് മുഖത്ത് യൂസ് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ബ്യൂട്ടി ഐറ്റംസിൽ കൂടുതലും കെമിക്കൽസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കിൻ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും രാഹു 7ലാണ് നിൽക്കുന്നത്. സൂര്യപ്രകാശം അധികം കടന്നു ചെല്ലാത്ത ശാരീരിക ഭാഗങ്ങളിൽ ഇച്ചിങ് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായും പ്രവർത്തനപരമായും ഈ ആഴ്ച ഗുണം തന്നെയാണ് കന്യക്കൂറുകാർക്ക്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4, 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3, 4 ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴമാണ് 8ലേക്ക് പോകുന്നത്. 7ൽ സഞ്ചരിച്ചിരുന്നപ്പോൾ വ്യാഴം ഗുണം ചെയ്യണം. ചില തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെങ്കിലും വ്യാഴം 7ൽ നിന്നിട്ടും ഗുണമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പല ഘടകങ്ങളും ആശ്രയിച്ചാണ് ഒരാളുടെ ജീവിതത്തിലെ സാമ്പത്തിക നേട്ടവും ജോലി സംബന്ധമായ കാര്യങ്ങളിലെ പ്രതീക്ഷകളും വിജയവും ഉയർച്ചയും പൊതുവെ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങളുമെല്ലാം ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ 1, 2 ഗ്രഹത്തിൻ്റെ ഉയർന്ന നില കൊണ്ടോ ഒന്നും ചിലപ്പോൾ കൃത്യമായി പറയാൻ സാധിച്ചു എന്ന് വരികയില്ല. ഇത് എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. വളരെ ഷാർപ്പായിട്ട് ഉത്തരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ഗ്രഹത്തിൻ്റെയും ബലം, ഓരോ ഗ്രഹവും ഓരോ ആംഗിളിൽ നിൽക്കുന്നതിൻ്റെ ശക്തി, പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടോ അല്ലെങ്കിൽ പാപഗ്രഹത്തിൻ്റെ രാശിയിലാണോ ശത്രുഗ്രഹത്തിൻ്റെ രാശിയിലാണോ, ഗ്രഹത്തിന് രശ്മികൾ എത്ര ബലമുണ്ട് എന്ന് 100 കാര്യങ്ങൾ ചിന്തിക്കണം. 1, 2 കാര്യങ്ങൾ വെച്ച് മാത്രം പറയുമ്പോഴാണ് ചിലപ്പോൾ ഇത് തെറ്റിപ്പോകുന്നതും അവിശ്വസിക്കപ്പെടുന്നതുമൊക്കെ. അങ്ങനെയൊക്കെ പറയാൻ നിന്നാൽ ഒരുപക്ഷെ ഒരു വർഷം കൊണ്ട് ഒരാളുടെ ഫലം പറയാൻ സാധിച്ചു എന്നൊക്കെ വരത്തുള്ളൂ. കൊമേഴ്സ്യലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനറൽ ആസ്പെക്റ്റ് ഇതിനകത്ത് കടന്നു വരും. അത് സ്വാഭാവികമായി എല്ലാവരും ചിന്തിക്കുക തന്നെ വേണം.
ഇവിടെ ഇപ്പോൾ എന്തായാലും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷം 7ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചിരുന്നപ്പോൾ 2023 ഏപ്രിലിന് ശേഷം 2024 മെയ് വരെയും ഗുണം കിട്ടിയ ഒരുപാട് തുലാക്കൂറുകാർ കാണാം. ഗുണമെന്ന് പറയുമ്പോൾ ചിന്തിക്കണം, കഴുത്തറ്റം വരെ കടത്തിൽ മുങ്ങി ആത്മഹത്യയുടെ വക്കിൽ നിന്നൊരാൾക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടുന്നത് ഗുണം തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ അടുത്ത ദിവസം തൊട്ട് അല്ലെങ്കിൽ 2023 മെയ്ക്ക് ശേഷം കോടിക്കണക്കിന് രൂപ വരണമെന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ടായിരുന്നവർ അതിൽ നിന്ന് ചെറുതായ രീതിയിലെങ്കിലും ഒന്ന് തലപൊക്കുന്നു, ശ്വാസം വിടാൻ പറ്റുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അതുപോലെ കോടീശ്വരനായ ഒരു വ്യക്തിക്ക് 1 രൂപയെങ്കിലും അധികം വന്നാൽ അതും തീർച്ചയായിട്ടും അവർക്ക് നല്ലതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു തരാതരമുണ്ട്, ഒരു കമ്പാരിസൺ ഉണ്ട്, ഒരു താരതമ്യ പഠനമുണ്ട്. അത്തരം അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് തുലാക്കൂറുകാർക്ക്, തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷം വ്യാഴം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വിരഹത്തിൽ അപ്പുറത്തോ ഇപ്പുറത്തോ മാറി നിന്നിരുന്ന ദമ്പതിമാർക്കിടയിൽ ഗുണം, ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പോകാൻ സാധിച്ചിരുന്നവർക്ക് ആ തടസ്സം മാറിക്കിട്ടിയ അവസ്ഥ, സാമ്പത്തികമായ നേട്ടം, ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങളിൽ നിന്ന് നേട്ടം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ 8ാം ഭാവത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കണം, ആ ഭാഗ്യത്തിനൊക്കെ ഒരു തടസ്സം വരുന്നുണ്ട്. ബാക്കി ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് വേണം ഇനി ഇവർക്ക് നിൽക്കാൻ. എന്തായാലും 6ൽ സഞ്ചരിക്കുന്ന രാഹു തീർച്ചയായിട്ടും ഇവർക്ക് ഗുണം ചെയ്യും. 3ലും 6ലും 11ലും പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഗുണത്തെ കൊടുക്കും. മാത്രമല്ല ചൊവ്വയും അവിടെ നിൽക്കുന്നുണ്ട്. ഭാഗ്യത്തിന് അല്ലെങ്കിൽ വിജയത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേട്ടം കിട്ടാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് 45 ദിവസം 6ൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് ഗുണത്തെ നൽകാം. അതുപോലെ തന്നെ ശുക്രൻ 7ാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ശുക്രൻ്റെ ഗുണമുണ്ട്. 25 ദിവസം ശുക്രൻ ഏകദേശം ഒരു രാശിയിൽ സഞ്ചരിക്കും. ബുധൻ്റെ സഞ്ചാരം 15നും 20 ദിവസത്തിനും ഇടയിലാണ്. ഇങ്ങനെയുള്ള ഗുണങ്ങൾ മാറി മാറി വരുമ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷാവസ്ഥകൾ പരിഹരിക്കപ്പെടും. മാത്രമല്ല ശനി അടുത്തത് 6ലേക്കാണ് 2025 ഇവർക്ക് പോകുന്നത്. അതും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് മാറ്റവും സാമ്പത്തിക നേട്ടവും കാണിക്കുന്നു. അപ്പോൾ പൊതുവേ വ്യാഴത്തിൻ്റെ 8ലെ നില ദോഷമാണെങ്കിലും ബാക്കി ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടും അപഹാരം, ദശം, ഛിദ്ര മുതലായവയുടെ ഗുണം കൊണ്ടുമൊക്കെ ഇവർക്ക് ഗുണം കിട്ടും. വിഷ്ണുദേവനെ പ്രത്യേകമായി ആരാധിക്കുക. ഓം നമോ നാരായണായ എപ്പോഴും ജപിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, 29 ആണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. 4ാം ഭാവത്തിലെ ശനി കണ്ടകശനിയായും 5ൽ നിൽക്കുന്ന രാഹു നല്ല ബുദ്ധിശക്തി കൊടുക്കുമെങ്കിലും ഭാഗ്യത്തിനിടയ്ക്ക് തടസ്സവും, വ്യാഴം ഏതെങ്കിലും തരത്തിൽ ദോഷം പിന്നെ കൽപ്പിക്കുന്നത് ചൊവ്വയാണ് 5ൽ നിൽക്കുന്നത്, സന്താനങ്ങൾക്കൊക്കെ ദോഷം. അതുപോലെ 6ൽ നിൽക്കുന്ന വ്യാഴം സർവത്ര തടസ്സങ്ങളും ധനപരമായ കാര്യത്തിൽ ആശങ്കകളും ഉണർത്തുന്നുണ്ട്. എന്നാൽ ആ വ്യാഴം 1-ാം തീയതി ഉച്ചയോടുകൂടി വൃശ്ചികക്കൂറുകാർക്ക് 7ാം ഭാവത്തിലാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു വർഷം ഇവർക്ക് നല്ലതാണ്. അതിൻ്റെ തുടക്കം ഈ ആഴ്ചയുടെ മധ്യ ദിവസങ്ങളിൽ, അതായത് മിഡിൽ ഡേയ്സിൽ ആരംഭിക്കുന്നു. 1-ാം തീയതി എന്ന് പറയുമ്പോൾ 28 മുതൽ 4-ാം തീയതി വരെയുള്ള ഒരാഴ്ചയിൽ ഏകദേശം മധ്യഭാഗത്താണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഈ പോക്ക് ഇവർക്ക് സാമ്പത്തികമായ നേട്ടം, മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി അവർ മോഹിച്ചിരുന്ന അവരുടെ പ്രോജക്റ്റുകൾക്ക് ജീവൻ വയ്ക്കുന്നു. ഈ ഒരു വർഷം വിവാഹം കഴിക്കാത്ത വൃശ്ചികക്കൂറുകാർക്ക് വിവാഹം നടക്കുന്നു. പ്രണയ സാഫല്യമുണ്ടാകുന്നു. തങ്ങളുടെ ദമ്പതിമാരൊത്ത് നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സന്താനങ്ങൾ ഉണ്ടാകാത്തവർക്ക് സന്താനകാരകൻ കൂടിയായ വ്യാഴം സന്താനത്തെ നൽകുന്നു. അതുപോലെ തന്നെ യാത്ര ഗുണമായി കാണുന്നു. ഉപരിപഠനം സക്സസ്ഫുൾ ആകുന്നു ഈ ഒരു വർഷം. പൊതുവേ ഈ ഒരു വർഷത്തിൻ്റെ ഗുണമെല്ലാം തന്നെ ഈ ഒരാഴ്ചയുടെ തുടക്കത്തിൽ കിട്ടുന്നത് കൊണ്ട് പൊതുവേ ഇവർക്ക് ഗുണമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങളുടെ പുതിയ പ്രോജക്റ്റ്, തങ്ങളുടെ പുതിയ മേഖലകൾ, തൊഴിൽ മേഖലകൾ കൂടുതൽ ദീപ്തമാകാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നു ഈ ആഴ്ച. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നു. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സാമീപ്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു. സുഹൃത്തെന്ന നിലയിലായാലും ശരി, ഭാര്യ എന്ന നിലയിലായാലും ശരി, അല്ലെങ്കിൽ ജീവിത പങ്കാളി എന്ന നിലയിലായാലും ശരി, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കാമുകൻ എന്ന നിലയിലായാലും ശരി, ഇവർക്ക് പൊതുവെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില ദോഷങ്ങളുണ്ടാകുന്നു. 6ൽ നിൽക്കുന്ന ശുക്രൻ്റെ ഈ ഇണയെ സംബന്ധിച്ചിടത്തോളമുള്ള ദോഷാവസ്ഥകൾ 7ലെ വ്യാഴം പരിഹരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരം തന്നെയാണ് ഈ ആഴ്ച. ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആഴ്ചയുടെ രണ്ടാമത്തെ, അതായത് 2ാം പകുതിയിൽ 1ന് ശേഷം കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകമായിട്ട് അതിനും ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 30, 1, 2 ഉച്ചവരെയും നല്ലതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിലേക്കാണ് വ്യാഴം പോകുന്നത്. വ്യാഴം 6ൽ പോകുന്നത് അത്ര നല്ലതല്ല. 6, 8, 12 ഏത് ഗ്രഹങ്ങൾക്കും അത്ര നല്ലതല്ല. ശുഭഗ്രഹങ്ങളാണെങ്കിൽ അവരുടെ ശുഭത്വം കുറയും. പാപഗ്രഹങ്ങൾ 6, 8, 12ൽ നിന്നാൽ, 8ലും 12ലും പാപഗ്രഹം നിന്നാൽ ദോഷമാണ്. പ്രത്യേകിച്ചും 8ലൊരു പാപഗ്രഹം നിന്നാൽ ദോഷം ഇരട്ടിക്കും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ 6ലേക്കാണ് ധനുക്കൂറിന് വ്യാഴം പോകുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾ വളരെ
നിഷ്കർഷയോടുകൂടി ചെയ്യണമെന്ന് പ്രത്യേകമായി പറയുന്നു. കാരണം ഇപ്പോൾ ഈ പ്രത്യേകിച്ച് 1-ാം തീയതിക്ക് ശേഷം സാമ്പത്തിക കാര്യത്തിൽ ഇവർക്ക് പ്രത്യേകമായ ചില നീക്കുപോക്കുകളില്ലെങ്കിൽ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പണം കൊണ്ടുപോകുന്നയാൾ ഒന്നാമതേ ആർക്ക് പണം കടം കൊടുത്തോ അവർ നാളത്തെ ശത്രു എന്നുള്ളത് ഉറപ്പിച്ചു വച്ചേക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വ്യാഴം 6-ൽ പോകുമ്പോൾ അത് ഇരട്ടിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മാത്രമല്ല ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടൽ, അതുപോലെ തന്നെ ലിവർ, വൃക്കകൾ, പിന്നെ ആന്തരികമായ ഉദര അവയവങ്ങൾ, ഈ ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തടിപ്പുണ്ടാകാം, ഇൻഫെക്ഷൻ ഉണ്ടാകാം, ഫാറ്റ് വർദ്ധിക്കാം ഒക്കെ സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ഉദരത്തിനാണ് കൂടുതൽ ദോഷമുണ്ടാകാൻ സാധ്യത. അമ്ല സ്വഭാവമുള്ള, അസിഡിറ്റി സ്വഭാവമുള്ള ആഹാരങ്ങൾ, 6-ാം ഭാവം ശുക്രൻ്റെ രാശി കൂടിയാണ്. ശുക്രൻ്റെ രസങ്ങളിൽ ഒന്നാണ് പുളി അല്ലെങ്കിൽ അസിഡിറ്റി. അപ്പോൾ അതുകൊണ്ട് അത്തരം ആഹാരങ്ങൾ നിയന്ത്രിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ള പ്രധാന 5-ാം ഭാവത്തിൽ ശുക്രനുണ്ട്. 25 ദിവസം 5-ൽ, അടുത്ത 25 ദിവസം 6-ൽ, വീണ്ടും 7-ൽ, ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ 6-ലെ ദോഷാവസ്ഥകളെ പരിഹരിച്ചുകൊണ്ട് ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ നീക്കങ്ങൾ ഗുണം ചെയ്യും. 6, 11 ഭാവങ്ങളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വയും ഗുണം ചെയ്യും. അതുകൊണ്ട് ദോഷം വരണ്ട. ഇപ്പോൾ 4-ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ മാതാവിന് ചെറിയ ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. പ്രത്യേകിച്ചും പുതിയ വാഹനവും അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെ ഇവർക്കിപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കുള്ളിൽ കൈവന്നിരിക്കും. അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും വ്യാഴം 5-ൽ നിന്നപ്പോൾ നൽകിയതാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം വളരെ വിനയത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. ഡ്രൈവിങ്ങിൽ അസാമാന്യമായ കഴിവുള്ളവർ ചിലപ്പോൾ ചില അഹങ്കാരങ്ങൾ കാണിച്ചേക്കാം. അതിൻ്റേതായ അപകട സാധ്യതകൾ ഈ ഡയഫ്രം, ചെസ്റ്റ്, അതുപോലെ തന്നെ കാൽമുട്ട്, കൈമുട്ട് ഭാഗങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുഖവും പ്രത്യേകം ശ്രദ്ധിക്കുക. മുഖത്തിൻ്റെ ഭാഗത്ത് പല്ല്, മൂക്ക്, നാക്ക്, ചെവി, കണ്ണ്, പുരികം, ഈ ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസോ അല്ലെങ്കിൽ അപകട സാധ്യതയോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ തൊഴിലിടത്തിലും അതുപോലെ തന്നെ വീട്ടിലുമൊക്കെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സാന്നിധ്യം ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ചൊവ്വ കൂടിയുണ്ട്. വളരെ സൂക്ഷിച്ച് സൗമ്യമായി പെരുമാറാൻ ശ്രമിക്കുക. വികാരാധീനത്താൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് വലിയ പൊട്ടിത്തെറിക്കോ കലഹത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. ഒരു ശാന്തതയുണ്ട്, പക്ഷേ ശാന്തതയ്ക്ക് അപ്പുറം ഒരു കൊടുങ്കാറ്റുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശ്വരനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശുക്രൻ്റെ മാറിപ്പോകലിനും ചൊവ്വയുടെ മാറിപ്പോകലിനുമൊക്കെ അതാത് ഉപാസനാമൂർത്തികളെ കൃത്യമായി ധ്യാനിക്കുക. ഏതെങ്കിലും ഒരു കൃത്യം ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മാത്രം ധ്യാനിക്കുക. ഏകമന്ത്രം, ലഘുമന്ത്രം വളരെ ഉത്തമം, പ്രത്യേകിച്ചും കലിയുഗത്തിൽ. അതുകൊണ്ട് ഇവർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 28, 29, 2, 3, 4. 28, 29 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും 3, 4 ഗുണകരമാണ് ധനുക്കൂറിന്. അടുത്തത് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ശുക്രൻ 4-ലാണ്. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന വീട്, കുടുംബമാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അവർക്ക് ഈ ആഴ്ചയും ഒക്കെ തന്നെ കുടുംബത്തിൽ സന്തോഷം കിട്ടുന്ന വർത്തമാനങ്ങളുണ്ടാകും. ശുക്രൻ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അലങ്കാരത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, അതുപോലെ ധനാഢ്യതയുടെ, ധനം കൊണ്ടുണ്ടാകുന്ന മേന്മയുടെ, ധനം കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതയുടെ, മൊത്തത്തിൽ വീട്ടിലുണ്ടാകുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ശുക്രൻ്റെ ഗുണമുണ്ട്. അത് കലാപരമായ കഴിവുകൾക്ക് എല്ലാം ശുക്രൻ്റെ അനുഗ്രഹമുണ്ട്. ആ ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ മേഖലയിലൊക്കെ ഗുണമുണ്ടാകും. വീട്ടിൽ സന്തോഷം കിട്ടുന്ന വർത്തമാനം, മനസ്സിൻ്റെ സാന്നിധ്യവും സംതൃപ്തിയും വർദ്ധിക്കുന്ന അവസ്ഥ, ഗുണപരമായ മോഡിഫിക്കേഷൻസ് വീട്ടിൽ നടത്താനുള്ള ശ്രമങ്ങൾ, പൊതുവെ യാത്ര കൊണ്ട് ഗുണം, വാഹനം പുതിയത് വാങ്ങുകയോ വാഹനത്തിൽ അറ്റകുറ്റപ്പണി നടത്തുകയോ ചെയ്യുക, കലാപരമായ കഴിവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത, ഇതെല്ലാം ഇവർക്ക് സാധിക്കുന്നു. 3-ൽ ചൊവ്വ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഈ നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ 3-ലെ സഞ്ചാരം കൊണ്ട് ഗുണമുണ്ട്. എന്നാൽ ഈ നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്കത്ര നല്ലതല്ല. എല്ല് പൊട്ടുക, മജ്ജ പോവുക, മാംസം, രക്തം വാർന്നു പോവുക തുടങ്ങിയ അപകട സാധ്യതകൾ 3-ലെ ചൊവ്വ സഹോദരങ്ങൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ സമ്മാനിക്കാൻ സാധ്യതയുണ്ടാകുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുക ഓരോരുത്തരോടും. സ്പീഡിൽ വാഹനം ഓടിക്കുന്നതും സാഹസികമായ ജോലികൾ ചെയ്യുന്നവരും അധികം ഉയർച്ചയിലേക്ക് കയറുന്നവരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൊവ്വ തള്ളിയിടാനുള്ള സാധ്യതയുണ്ട്. എല്ല് പൊട്ടുക ഒക്കെയുള്ള സംഭവിക്കാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല രാഹു അവിടെ നിൽക്കുന്നുണ്ട്. 3-ാം ഭാവത്തിലെ രാഹു ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണെങ്കിലും അവരുടെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുമിത്രാദികൾക്ക് അത്ര നല്ലതല്ല. മാത്രമല്ല 2-ാം ഭാവത്തിൽ ഇപ്പോഴും ശനി സഞ്ചരിക്കുന്നുണ്ട്. തൊട്ടടുത്തൊരു തടസ്സമുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഏറ്റവും പ്രധാനം മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതി ഉച്ചയ്ക്ക് വ്യാഴം 5-ലോട്ട് മാറുന്നതാണ്. ഈ ദോഷങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് 5-ലെ വ്യാഴം ഭാഗ്യത്തെ സമ്മാനിക്കും. 5 എന്നാൽ
മനസ്സ്, പ്രജ്ഞാപ്രതിഭ, സന്താന, ഭാഗ്യഭാവം 5 കൊണ്ട് നിരൂപണ എന്നാണ്. അവിടെ വ്യാഴം ചെല്ലുമ്പോൾ ഈശ്വരാധീനം വർദ്ധിക്കും, ഭാഗ്യം വർദ്ധിക്കും, സന്താനങ്ങൾക്ക് ഗുണം. പൊതുവേ തങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി മാറണം. അതുകൊണ്ട് ഗുണമുള്ള ഒരു വർഷത്തേക്കാണ് ഈ ഒരാഴ്ച കൊണ്ട് വ്യാഴം അവർക്ക് ഗുണമിടുന്നത്. പ്രത്യേകിച്ച് അത് ആലോചിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 30, 1, 2 ഉച്ചവരെയും നല്ലതാണ്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ശനിയുടെ ദോഷാവസ്ഥയും, അതായത് ജന്മശനിയും 3-ലെ വ്യാഴവുമൊക്കെ ദോഷം ചെയ്തിരുന്നു. ഇടയ്ക്ക് 2-ൽ ശുക്രൻ നിന്നിരുന്നപ്പോൾ ഇവർക്ക് താൽക്കാലികമായ സൗഭാഗ്യങ്ങളും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവുമൊക്കെ ഉണ്ടായിരുന്നു. ആ ശുക്രൻ പോലും ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 3-ലാണ് സഞ്ചരിക്കുന്നത്. 3-ലെ ശുക്രൻ്റെ സഞ്ചാരം അത്ര ദോഷമൊന്നും ചെയ്യില്ലെങ്കിലും സഹോദര സ്ഥാനത്തു നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ജീവിത പങ്കാളിയിൽ നിന്നോ, അതായത് ഈ നക്ഷത്രത്തിലെ പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ഭാര്യമാരുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ, ഭാര്യമാരുടെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഭാര്യയുടെ കുടുംബം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് പറഞ്ഞത്, ഭാര്യയുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തിൽ നിന്നോ, സഹോദരിയിൽ നിന്നോ, മകളിൽ നിന്നോ, അമ്മയിൽ നിന്നോ ഒക്കെ ഗുണം കിട്ടാനുള്ള സാധ്യത കാണുന്നു. സ്ത്രീ സാന്നിധ്യമാണ് ഇവർക്കിപ്പോൾ സഹായമായി വരുന്നത്. അതുപോലെ തന്നെ സാഹസിക കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സിൻ്റെ മടി മാറുന്നു. തങ്ങൾക്ക് ഉണ്ടായിരുന്ന കഴിവുകൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ അറ്റം വരെ പോകാനുള്ള ഒരു ചങ്കൂറ്റം ഇപ്പോൾ ഇവർക്കുണ്ടാകുന്നു. ഇനി 1-ാം തീയതി മുതൽ ഇവർക്ക് വ്യാഴം 4-ലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ഒരു പരുങ്ങൽ, ഒരു നിയന്ത്രണം അത് ഇവർക്ക് മാറുന്നു 1-ാം തീയതി മുതൽ. അപ്പോൾ ഈ ആഴ്ചയിലെ 1-ാം തീയതി മുതൽ സാമ്പത്തിക നേട്ടം കുറച്ചുകൂടി ഉണ്ടാകുന്നു കുംഭക്കൂറുകാർക്ക്. ദാറ്റ് മീൻസ് ഫിനാൻഷ്യലി അവർ കുറച്ചുകൂടി ഫ്രീ ആകുന്നു. സാമ്പത്തികമായ ഞെരുക്കം ഒരു അടിമത്തമാണ്, ആ അടിമത്തം മാറുന്നു. കുടുംബത്തിൽ പണം ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ധാരാളമായി തങ്ങളുടെ യാത്ര, തങ്ങളുടെ പ്രവർത്തനങ്ങൾ, തങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം കുറച്ചുകൂടി ഇവർക്ക് വലുതാകാൻ സാധിക്കുന്നു. കാരണം സാമ്പത്തികം കുറച്ചുകൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ഗുണമാണ്. മാത്രമല്ല ഒരു 20 ദിവസം കൂടി കഴിയുമ്പോൾ ശുക്രൻ കൂടി അടുത്ത ഭാവത്തിലേക്ക് പോകുന്നു. അപ്പോഴും ഗുണമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങൾ, അതുപോലെ വാക്ക്, ഇത് രണ്ടും ശ്രദ്ധിക്കണം. സ്വന്തം വാക്ക് ചിലപ്പോൾ ചില അപകട സാധ്യതകൾ വരുത്താം. നാവ്, മുഖം, പൊതുവെ കണ്ണ്, പല്ല്, ഈ ഭാഗങ്ങൾ, മാംസള ഭാഗങ്ങൾ, പേശികൾ, മുഖത്തെ ഈ ഭാഗങ്ങൾക്കൊക്കെ ദോഷം സംഭവിക്കാം ചൊവ്വ 2-ൽ നിൽക്കുന്നതുകൊണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കുക, പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ കരുതലെടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28, 29, പിന്നെ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3, 4 ഗുണമാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ രാഹു, ചൊവ്വ, ബുധൻ ഈ 3 ഗ്രഹങ്ങളുണ്ട്. 7-ാം ഭാവത്തിൽ കേതുവുണ്ട്. ഈ 3 ഗ്രഹങ്ങളും ബുധൻ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നുമുണ്ട്. 3-ലേക്ക് വ്യാഴം പോകുന്നു. 2-ൽ ശുക്രനുണ്ട്. 2-ൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ടും ജന്മത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ടും കലാസംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഇവർക്കിപ്പോഴും ഇവരുടെ വിജയം ഉറപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചൊവ്വ തൻ്റെ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് സാഹസികത പ്രകടമാക്കും. എന്നാൽ ഉള്ളിലെ പേടി ഇപ്പോഴും ഇവരെ പിന്തുടരും. അതുകൊണ്ട് തന്നെ ആശങ്കയുള്ള ഒരു മനസ്സ് ഇപ്പോഴും ഇവർക്ക് കാണുന്നു. ഇനി ഏകദേശം ഏപ്രിൽ, മെയ് 1-ാം തീയതി, അതായത് 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വ്യാഴത്തിൻ്റെ 3-ാം ഭാവത്തിലേക്കുള്ള പോക്ക് അടുത്ത ഒരു വർഷത്തേക്ക് ഇവർ സാമ്പത്തികമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള മുൻവിധിയാണ് അറിയിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ 4-ാം തീയതി വരെ വ്യാഴം വേറെ വലുതായിട്ടൊന്നും ചെയ്യില്ല. 2-ലെ ശുക്രൻ ഇവർക്ക് ധനത്തെ കൊടുക്കുകയും ചെയ്യും. എന്നാലും ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ധനപരമായ കാര്യത്തിൽ കാണിക്കുന്ന ഉഴപ്പ് എത്രയും പെട്ടെന്ന് കുറയ്ക്കേണ്ടി വരും. അത് ഈ ആഴ്ച തന്നെ ചെയ്യുന്നെങ്കിൽ വളരെ നല്ലതാണ്. കാരണം പണത്തിൻ്റെ കാര്യത്തിൽ ഈ നിമിഷം ചില തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നാൽ മാറ്റുക തന്നെ വേണം. അല്ലെങ്കിൽ വളരെ പെട്ടെന്നാണ് പണം പോകുക. പണത്തിൻ്റെ രീതി തന്നെ ആലോചിക്കുക. ഉരുണ്ടാണ് ഇരിക്കുന്നത് നാണയം. എപ്പോൾ വേണോ ഉരുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാം. വെറും കടലാസാണ് മറ്റത്. ഏത് കാറ്റിലും അത് പറന്നു പോകാം. അപ്പോൾ ഭദ്രമായി പിടിക്കുക, ഉറപ്പിച്ചു പിടിക്കുക, പറന്നു പോകാത്ത കീശയിലിടുക, അല്ലെങ്കിൽ ഉരുണ്ടു പോകാത്ത സ്ഥലത്ത് വയ്ക്കുക. ഇതിൻ്റെ അർത്ഥം, ഇത് താത്വികമായി പറഞ്ഞെങ്കിലും ഇതിൻ്റെ അർത്ഥം പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങേയറ്റം ജാഗ്രത പുലർത്തുക. ആ ജാഗ്രത നഷ്ടം വരാം ഇവർക്ക് മെയ് 1-ാം തീയതി മുതൽ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായ പരിങ്ങൽ ഉണ്ടാകാം. പ്രവർത്തനങ്ങളിലും പ്രോജക്റ്റുകളും അങ്ങേയറ്റം ലാഭകരമാണോ, തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന തരത്തിലുള്ളതാണോ, സാഹസികമായ എടുത്തുചാട്ടങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഓരോ കാര്യങ്ങളിലും ഇറങ്ങിച്ചെല്ലുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധങ്ങളിലും ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ അകന്ന് നിൽക്കേണ്ടതായി വന്നേക്കാം. ചിലപ്പോൾ സ്വന്തം ദേശം വിടാം. ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വിദേശം പോലുള്ള സ്ഥലത്ത് പോകാനൊക്കെ സാധിക്കുകയും ചെയ്യാം. എന്നാലും പ്രശ്നങ്ങൾ ഉണ്ട്, അത് മറക്കാതിരിക്കുക. 7.5 ശനി പതുക്കെ വർദ്ധിക്കുകയാണ്. അടുത്ത വർഷത്തോടുകൂടി 7.5 ശനി ജന്മശനിയായി മാറും. ഈ കാര്യങ്ങളൊക്കെ തന്നെ മറക്കാതിരിക്കുക.
അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 28, 29, 30, 1, 2 തീയതി ഉച്ചവരെയും നല്ലതാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷങ്ങൾക്ക് ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുക. ഒരിക്കൽ ഇരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പറ്റുമെങ്കിൽ പരമാവധി വെജിറ്റേറിയൻ ആവുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അടുത്തത് വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ചെയ്യുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. ഓം നാഗായ നമ ജപിക്കുക. നാഗദോഷങ്ങൾക്ക് 100 പാലും നൽകുക. അതുപോലെ ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ കേതുദോഷ പരിഹാരത്തിനായി ചെയ്യുക. അല്ലെങ്കിൽ കാലഭൈരവൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇതെല്ലാം ചെയ്യുക പാപപരിഹാരമായി. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.